മലപ്പുറം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ആദ്യം ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ഗോവയിൽ ബി.ജെ.പി. സർക്കാർ വിശ്വാസ വോട്ട് നേടി. നേതൃത്വത്തിനെതിരെ ഗോവ കോൺഗ്രസിൽ കലാപം. വിശ്വജിത് റാണ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചു. പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറി. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൽ പശ്ചാത്താപമില്ലെന്ന് ഇറോം ശർമിള റിപ്പോർട്ടറോട്. കുണ്ടറ പീഡനക്കേസിൽ അന്വേഷണം വഴിമുട്ടി. കസ്റ്റഡിയിലെടുത്തവർ പരസ്പര വിരുദ്ധ മൊഴി നൽകി. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ എസ്ഐക്ക് സസ്പെൻഷൻ. പോത്തൻകോട് 15 വയസ്സുകാരിക്ക് പീഡനം. മലപ്പുറം മർത്തോമ കോളേജിൽ വിദ്യാർത്ഥിനികളെ ശല്യം ചെയ്ത അധ്യാപകനെതിരെ സമരം. മലപ്പുറത്ത് മത്സരിക്കാനില്ലെന്ന് കമൽ. പാർട്ടി ആവശ്യപ്പെട്ടാലും മത്സരിക്കില്ല. നിലമ്പൂർ ഫിലിം ഫെസ്റ്റിവലിൽ കമലിനെ പങ്കെടുപ്പിക്കരുതെന്ന് കലക്ടർ. നിർദ്ദേശം പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള വി.എം. സുധീരന്റെ രാജി സ്വീകരിച്ചിട്ടില്ലെന്ന് ഹൈക്കമാൻഡ്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തമിഴ്നാട്ടിൽ ഭൂസ്വത്ത് വാങ്ങിക്കൂട്ടിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. തത്ത സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്നുവെന്ന് ചെന്നിത്തല. ഡയറക്ടറുടെ കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ടെന്ന് പിണറായി. ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. റാഞ്ചി ടെസ്റ്റിൽ ഓസീസ് മികച്ച സ്കോറിലേക്ക്. ആദ്യ ദിനം ഓസീസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 299 റൺസ് നേടി. സ്റ്റീവ് സ്മിത്തിന് സെഞ്ചുറി. ഉമേഷ് യാദവിന് 2 വിക്കറ്റ്. CPIM ആവശ്യപ്പെട്ടാലും മലപ്പുറത്ത് മത്സരിക്കില്ലെന്ന് സംവിധായകൻ കമൽ. പാർട്ടി ഇക്കാര്യം ഇതുവരെ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. മലപ്പുറത്ത് CPIM സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായിരിക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനോടകം നടത്തിയ മുസ്ലിം ലീഗ് ബൂത്ത് തലം മുതൽ പാർട്ടി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന തിരക്കിലാണ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ നാൾ മുതൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ചലച്ചിത്ര സംവിധായകൻ കമലിന്റെ CPIM സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്. അന്നൊന്നും ഈ വിഷയത്തോട് പ്രതികരിക്കാതിരുന്ന കമൽ ലീഗ് തന്നെ രാഷ്ട്രീയ എതിരാളിയായി കണ്ട് രംഗത്തെത്തിയതോടെ മറുപടി നൽകാൻ നിർബന്ധിതനാകുകയായിരുന്നു. CPIM ആവശ്യപ്പെട്ടാലും മലപ്പുറത്ത് മത്സരിക്കാനില്ലെന്നാണ് കമലിന്റെ നിലപാട്. അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതല്ലാതെ പാർട്ടി ഇക്കാര്യം തന്നോട് ചർച്ച ചെയ്തിട്ടില്ല. അല്ല, ഞാൻ മത്സരിക്കുന്നില്ലല്ലോ. ഞാൻ മത്സരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു താല്പര്യവും എൻ്റെ അടുത്ത് നേരിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല അവർ. ഇനി അങ്ങനെ ഒരു ആവശ്യപ്പെട്ടാൽ പോലും എനിക്ക് മത്സരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനുള്ളത്. ഇതിനിടെ ലീഗ് നൽകിയ പരാതിയെ തുടർന്ന് നിലമ്പൂരിലെ പ്രാദേശിക ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും കമലിനെ ജില്ലാ കളക്ടർ വിലക്കി. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായിരിക്കെ കുഞ്ഞാലിക്കുട്ടി എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി അഹമ്മദിന് ലഭിച്ച ഭൂരിപക്ഷം മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് ലീഗ് നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പെരുമാറ്റച്ചട്ടം മലപ്പുറം ജില്ലയിലാകെ നിലവിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കമലാണെങ്കിലും മിനിസ്റ്ററാണെങ്കിലും ആരാണെങ്കിലും ആ ചലച്ചിത്രമേള ഭംഗിയായിട്ട് നടന്നോട്ടെ, പക്ഷേ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കമലാണോ അല്ലേ എന്നുള്ളതല്ല. 20 മുതൽ ആരംഭിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ജില്ലയിലെത്തുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തൃശൂർ, മലപ്പുറം. മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പ് ആവേശമാണ് ഇന്നത്തെ ചർച്ച. N. ഷംസുദ്ദീൻ MLA, A. വിജയരാഘവൻ CPIM, A. രാധാകൃഷ്ണൻ BJP, ജേക്കബ് ജോർജ് മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ A. രാധാകൃഷ്ണൻ, സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP വളരെ ഉത്സാഹത്തോടുകൂടി ശക്തി തെളിയിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ പങ്കെടുക്കാറുണ്ട്. അരുവിക്കരയും നെയ്യാറ്റിൻകരയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാറുമുണ്ട്. മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ BJPയെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പവും മെല്ലെപ്പോക്കുമുണ്ടോ? ഇപ്പോൾ ബൂത്ത് തലങ്ങളിലുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് സമ്പൂർണ്ണമായി. 22-ാം തീയതി BJPയുടെ ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ സമ്മേളനം നടക്കാൻ വേണ്ടി പോവുക. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിങ്ങൾ സാധാരണ ഇതിൽ ചിന്തിക്കുന്ന പോലെയല്ല. ഇതൊരു ക്വാർട്ടർ ഫൈനലാണ്. വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ക്വാർട്ടർ ഫൈനൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഏതാണ്ട് 12 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. ആ 12 ലക്ഷത്തോളം വോട്ടർമാരിൽ 4 ലക്ഷത്തോളം ഹിന്ദു വോട്ടർമാരുണ്ട്. നിലവിൽ UP തെരഞ്ഞെടുപ്പ് പോലുള്ള തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള ചില പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ UPയിൽ ഏതാണ്ട് 100ഓളം അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 25% മുതൽ 78% വരെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുള്ള 100-ൽ പരം അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 48 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിച്ചു. അത് 30,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇത് സീക്രട്ട് ബാലറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു പുതിയ ഒരു വലിയ അത്ഭുതത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കും ഈ മലപ്പുറത്തുണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എടുത്താത്തത്. ഇപ്പോൾ ഇടതുപക്ഷം എങ്ങനെയാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് പോയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെ ഇവരെല്ലാവരും കണ്ടിരുന്ന മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയ്ക്കാണല്ലോ.
ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ കാണുന്നത്, ഞങ്ങളുടെ പാർട്ടി അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് പിണറായി വിജയനുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. ഒറ്റ കാര്യം പരിശോധിച്ചാൽ മതി അഭിലാഷേ, കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത്രയും അനിശ്ചിതത്വം നിന്നൊരു കാലയളവ് ഉണ്ടായിട്ടില്ല. കാരണം മുഖ്യമന്ത്രി സമ്പൂർണ്ണമായ പരാജയമാണ്. ദിവസവും പെൺകുട്ടികൾ, കുഞ്ഞുങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു, ആഭ്യന്തര വകുപ്പ് തകരാറാവുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കെ എം മാണിയുടെ അഭാവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ നിയമസഭയിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വളരെ ഡൈനാമിക്കായിട്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു മുതിർന്ന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. ആ കുഞ്ഞാലിക്കുട്ടിയെ നിയമസഭയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല. ഇതിൽ പിണറായി വിജയൻ്റെ ഇടപാടുകളുണ്ട്, ലീഗുമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ദേശാമാനിലെ വാർത്തകളൊക്കെ പരിശോധിക്കണ്ടേ? കോടിയേരി ബാലകൃഷ്ണൻ്റെ ലേഖനം വരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായ പ്രകടനം നടത്തുന്നു, ലീഗ് പോലുള്ള കക്ഷികൾ മതേതരത്വ കക്ഷികളുടെ ലീഗുമാണ് മലപ്പുറത്ത് താനൂരിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ഷംസുദ്ദീൻ, പി കെ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ലീഗിനെ സംബന്ധിച്ച് എല്ലാ കാലവും മലപ്പുറം അഭിമാന പോരാട്ടമാണ്. ഇവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന ആഗ്രഹം കൂടി സാമാന്യമായി ഉണ്ടാകും. ഈ അഹമ്മദിനെ 1,92,000 വോട്ടിന് മത്സരിപ്പിച്ച മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അതിനോടടുത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശക്തി പ്രകടനമായി എടുത്താൽ മതിയല്ലോ. ക്ഷീണമാകില്ലേ ലീഗിന്? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടോ? ഇവിടെ നമുക്കറിയാം, ഈ ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ സാഹചര്യമാണ്. ആ സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസൃതമായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമുണ്ടാകുന്നത്. മലപ്പുറത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ഇടയാക്കിയിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അഭിമന്യനായിരുന്ന ഞങ്ങളുടെ നേതാവ് പ്രിയപ്പെട്ട ഇ അഹമ്മദ് സാഹിബിൻ്റെ വിയോഗത്തെ തുടർന്നാണ് മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് വന്നത്. അതൊരു നിർബന്ധ സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് സാഹിബിൻ്റെ ആ അഭാവത്തിൽ ലീഗിന് ദേശീയ തലത്തിൽ നേതൃത്വം നൽകാൻ വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നിയോഗിക്കുക എന്നുള്ളത്, അങ്ങനെയാണ് പാർട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുന്നതും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒഴിവ് വന്നിട്ടുള്ള ഈ സീറ്റിലേക്ക് പാർട്ടിയുടെ പ്രതിനിധിയായി നിയോഗിക്കുന്നതും. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം മറിച്ച് ചിന്തിക്കേണ്ട യാതൊരു സാഹചര്യവും ഇന്നില്ല. ഒന്ന്, ദേശീയ തലത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. BJPയുടെ ഭരണവും നരേന്ദ്രമോദിയുടെ ഭരണവും അതുപോലെ തന്നെ അവരുടെ നയങ്ങളും പരിപാടികളും, സംസ്ഥാനത്താകട്ടെ 10 മാസത്തോളമായി നടക്കുന്ന ഇടതുപക്ഷ ഭരണവും, ഇതെല്ലാം ജനങ്ങളിൽ കാണുന്നതാണ്. ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഫാസിസത്തിനെതിരായി, ഈ സംസ്ഥാനത്തെ ജനദ്രോഹ ഭരണത്തിനെതിരായി ഒരു വിധിയെഴുത്തിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു തിളക്കമാർന്ന വിജയം മലപ്പുറത്ത് UDF ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജയം, ഞാൻ അങ്ങയിലേക്ക് വരാം. എനിക്ക് ശ്രീ എ വിജയരാഘവനിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെനിക്ക് മലപ്പുറത്തെ കണക്ടിവിറ്റി ലഭ്യമാകണം. അപ്പോൾ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ എൻ രാധാകൃഷ്ണൻ, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ മത്സരിക്കേണ്ടതില്ല, അതായത് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ മത്സരിക്കേണ്ടതില്ല എന്ന വികാരമാണ് ഇപ്പോൾ BJPയിൽ മേൽക്കൈ നേടുന്നത് എന്നാണ്. മലപ്പുറം എന്തുകൊണ്ടാണ്? താങ്കൾ UPയുടെ ഉദാഹരണം പറഞ്ഞല്ലോ. നരേന്ദ്രമോദി സർക്കാർ വിശേഷിച്ച് മുസ്ലിം സ്ത്രീകളോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന് തന്നെ നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മലപ്പുറം ഒരു ചലഞ്ചായി എടുക്കാം. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ മത്സരിക്കാൻ കഴിയാത്തത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ പോലെയല്ല ഞങ്ങളതിനെ കാണുന്നു. ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ബൂത്ത് തലങ്ങളുടെ സംവിധാനങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ അനൗൺസ് ചെയ്തു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിയമസഭാ മണ്ഡലങ്ങളുടെ സമ്മേളനങ്ങൾ ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ സംഘടനാപരമായും 100% ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ 1ാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ശരി, സ്ഥാനാർത്ഥിയായിട്ടില്ലായതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എ വിജയരാഘവൻ, UDFന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ചിട്ടയായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് BJP പറയുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച്
ഇതേവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പൊതു സ്വതന്ത്രൻ വേണോ, പാർട്ടി സ്ഥാനാർത്ഥി വേണോ തുടങ്ങിയ ആശയക്കുഴപ്പങ്ങളുണ്ടോ? ഇതിൽ 2009-നെയും 2014-നെയും താരതമ്യം ചെയ്താൽ 2009-നെ അപേക്ഷിച്ച് വോട്ട് കുറഞ്ഞു 2014-ൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് എന്ന വസ്തുത കൂടിയുണ്ട്. ഇത്തവണ തീർച്ചയായും എത്ര വോട്ട് എന്നുള്ളത് ജയിച്ചാലും തോറ്റാലും പ്രധാനമാകുമല്ലോ. എന്ത് സ്ട്രാറ്റജി വേണമെന്ന് തീരുമാനിക്കുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടോ? ആശയക്കുഴപ്പമൊന്നും ഇപ്പം ഇല്ല. നല്ല മികച്ച ഒരു സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് ഇതപര്യന്തം ഇടതുപക്ഷം മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നേടിയതിനേക്കാൾ മികച്ച തരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മേഖലയിലും മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ അത് നിശ്ചയിക്കപ്പെടും. സംഘടനാപരമായ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ ഇടതുപക്ഷത്തിൻ്റേത് ഏതാണ്ട് താഴെത്തട്ട് വരെ ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തി പറയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ സംഘടനാ സംവിധാനം എന്നത് ഏതാണ്ട് പൂർണ്ണമായി താഴെത്തട്ട് വരെ കഴിഞ്ഞ ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ നിർത്തേണ്ടി വരുന്നു എന്ന് തന്നെ അവരുടെ ആത്മവിശ്വാസ കുറവിൻ്റെയും ആ പാർട്ടിക്കകത്തുള്ള അന്തഃഛിദ്രത്തിൻ്റെയും അടയാളമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം നിലവിലുള്ള ഒരു MLA നിർത്തിക്കൊണ്ടല്ലാതെ, കുഞ്ഞാലിക്കുട്ടിയെ നിർത്തിക്കൊണ്ടല്ലാതെ ലീഗിന് അതിൻ്റെ ഐക്യം നിലനിർത്താനും കഴിയില്ല, പിന്നെ ആത്മവിശ്വാസം നൽകാനും കഴിയില്ല എന്ന പരിമിതി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിൽ ദൃശ്യമാണ്. നമുക്ക് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം BJP വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. നല്ല നിലയിലുള്ള രാഷ്ട്രീയ മത്സരമാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. ആ രാഷ്ട്രീയ മത്സരത്തിൽ ഇടതുപക്ഷം അതിൻ്റെ പൂർണ്ണമായ കരുത്താകെടുത്ത് പ്രയോഗിക്കുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഇതിൽ ശ്രീ A. വിജയരാഘവൻ, ഇത് വിജയിക്കാനുള്ള മത്സരമായി തന്നെയാണോ ഇടതുപക്ഷം കാണുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ലീഗ് ജയിച്ച മണ്ഡലമാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അനുകൂല തരംഗമുണ്ടായപ്പോൾ ഈ മണ്ഡലത്തിലെ ഒരൊറ്റ സീറ്റിൽ പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പൂർണ്ണമായും UDF പക്ഷത്തുള്ള ഒരു മണ്ഡലമാണിത്. ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നോക്കിക്കാണുന്നത് ജയിക്കാനായിട്ടുള്ള മത്സരം തന്നെയാണോ? അങ്ങനെ ജയിക്കാനായിട്ടുള്ള മത്സരമാണെങ്കിൽ ഒരുപക്ഷെ ഒരു പാർട്ടി മെമ്പർക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നില്ല, വേറൊരു സ്ട്രാറ്റജി തീരുമാനിക്കാം. അങ്ങനെ ഒന്നും ഉണ്ടാകുമോ? അല്ല, ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ഇടതുപക്ഷം ആലോചിക്കുന്നത്. എഴുതി തള്ളേണ്ട ഒരു മണ്ഡലവും ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ച ജില്ലയാണ് മലപ്പുറം. അത് നമ്മൾ മറന്നുപോകരുത്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിട്ട് അപേക്ഷിച്ച് ഒരു 0.5% വോട്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ കുറഞ്ഞപ്പോൾ 6% വോട്ട് വർദ്ധിച്ച ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് വർദ്ധിച്ചത് മലപ്പുറം ജില്ലയിലാണ്. UDFന് ഏറ്റവും കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടതും മലപ്പുറം ജില്ലയിലാണ്. ഇതപര്യന്തം UDFന് 50% വോട്ട്, 50%-ലേറെ വോട്ട് കിട്ടാത്ത ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ മലപ്പുറം ജില്ലയിലില്ല. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനെ 47%-ലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് തന്നെയാണ് വ്യത്യാസം. ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ് UDF എന്ന വസ്തുത ഞങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് എന്ന് ധരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് മുസ്ലിം ലീഗ് ജയിച്ചിരുന്ന അഹമ്മദ് ഏറ്റവും കൂടുതൽ വോട്ടിന് ജയിച്ച മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ താന്നൂര്. ആ താന്നൂരിൽ നിന്നാണ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇത്തവണ ഇടതുപക്ഷം വിജയിപ്പിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് അതൊന്നും അപ്രതിരോധ്യമായൊരു കോട്ടയാണ് മലപ്പുറം എന്നുള്ള യാതൊരു ധാരണയിലുമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കരുത്തുറ്റതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മത്സരം, പോരാട്ടം. അതൊക്കെ നമ്മൾ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ശ്രീ A. വിജയരാഘവൻ സൂചിപ്പിച്ചതുപോലെ ശതമാന കണക്കെടുത്താൽ ഇങ്ങനെ വലിയ ഒരന്തരം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളെ താരതമ്യം ചെയ്താൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരു അസംബ്ലി സെഗ്മെന്റിൽ 30, 35, 40 ആയിരം വോട്ടുകൾക്ക് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തവണ 10,000ങ്ങളുടെ ഭൂരിപക്ഷ കുറവ് വന്നു. സീറ്റുകൾ അധികം നഷ്ടപ്പെട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആകെ കിട്ടിയ വോട്ടുകൾ താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് കിട്ടിയത് കൂടി, പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായുള്ള അന്തരം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു പല മണ്ഡലങ്ങളിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ ഒന്നായി മാറും എന്ന് നമ്മൾ കരുതണോ?
തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള മത്സരം, അത് മലപ്പുറത്താവട്ടെ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാവട്ടെ എവിടെ നടന്നാലും അത് വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും, രാഷ്ട്രീയമായ മത്സരം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് BJP അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തന്നെ, അത് മുതിർന്ന സ്ഥാനാർത്ഥി വേണോ അതോ സാധാരണ സ്ഥാനാർത്ഥി മതിയോ എന്ന കാര്യത്തിൽ പോലും ഒരു തീർപ്പിലെത്താൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് കാരണം വളരെ രണ്ട് പക്ഷം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായിരിക്കും എന്നർത്ഥം. പക്ഷേ ഇവിടുത്തെ കാര്യം, നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് UP-യിൽ BJP വലിയ മുന്നേറ്റം നടത്തി. അതിൻ്റെ കേന്ദ്ര ബിന്ദു പ്രചാരണ കേന്ദ്രം നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അതിനകത്ത് ഹിന്ദുത്വ കാർഡ് വളരെ ശക്തമായിട്ട് പ്രയോഗിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ വരുന്നത് കേരളത്തിലും കൂടിയാണ്. അതായത് ഇവിടുത്തെ ന്യൂനപക്ഷം ദേശീയതലത്തിൽ BJP ശക്തമാകും തോറും ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇടതുപക്ഷത്തോടുള്ള, പിണറായി വിജയനോടുള്ള താല്പര്യം കൂടിക്കൂടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകടമായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത്. വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ മുന്നണി ജയിച്ച് പിണറായി വിജയനും സംഘവും അധികാരം ഏറ്റെടുത്തത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തനായ നേതാവ്, 1991 മുതൽ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തനായ നേതാവായി പ്രവർത്തിക്കുന്ന കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് അതൊരു പ്രസ്റ്റീജ് മത്സരമാണ്. കഴിഞ്ഞ തവണ അഹമ്മദ്, അദ്ദേഹത്തിനെതിരെ വളരെ വലിയ വാശിയേറിയ എതിർപ്പുണ്ടായിരുന്നു. എങ്കിൽ പോലും അഹമ്മദിന് കിട്ടിയ ഭൂരിപക്ഷം ഏതാണ്ട് 1,93,000 വോട്ടോ മറ്റുമാണ്. അതിൽ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഗിൻ്റെ ആവശ്യം. തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിക്കെതൊരു ഈ തെരഞ്ഞെടുപ്പ് ഒരു ഭീഷണിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും വിജയരാഘവൻ പറഞ്ഞ ആ ഘടകം ഉണ്ട്, അത് പക്ഷേ ഇടതുപക്ഷ മുന്നണിയെ രക്ഷിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും. പക്ഷേ ശ്രീ N. ഷംസുദ്ദീൻ, വോട്ടെണ്ണുമ്പോൾ വിജയിച്ചതാര് എന്നുള്ളത് മാത്രമല്ല, കിട്ടിയ വോട്ടുകൾ അതെങ്ങനെ പോൾ ചെയ്യപ്പെട്ടു തുടങ്ങിയവയും നിർണായകമാണ്. ഇവിടെ നേരത്തെ ശ്രീ A. വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ വലിയ ചോർച്ച ഉണ്ടായില്ലെങ്കിലും വോട്ടുകളിൽ ഇടതുപക്ഷം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഗണ്യമായ മുന്നോട്ട് പോക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോകാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചില നെഗറ്റീവ് ഘടകങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇക്കുറി ഉണ്ടാകുക. ഒരു വളരെ ശക്തമായ മത്സരം, തോൽവി ജയം തുടങ്ങിയ കാര്യങ്ങൾ നിൽക്കട്ടെ, വളരെ ശക്തമായ മത്സരം, ഇതിലെ ഫിഗേഴ്സ് വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോഴത്തെ നിയമസഭാ കക്ഷി നേതാവിനെ തന്നെ മത്സരിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയത്? അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു ശക്തനായ നേതാവ് നിന്നില്ല എങ്കിൽ ശക്തമായ വോട്ട് ചോർച്ച ഉണ്ടായേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നോ? അല്ല, ഇവിടെ നിങ്ങളതിനെ ആ രീതിയിലല്ല കാണേണ്ടത്. ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയിൽ അഹമ്മദ് സാഹിബിൻ്റെ വിയോഗത്തെ തുടർന്ന് ആ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അപ്പോൾ മുതിർന്ന നേതാവ് എന്നുള്ള നിലക്ക് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വന്ന സാഹചര്യത്തിൽ ഇനി ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ നോക്കാനാണ് അദ്ദേഹത്തിനെ നിയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിന് ഡൽഹി കേന്ദ്രീകരിച്ച്, പാർലമെൻറ്റ് കേന്ദ്രീകരിച്ച് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വഴക്കമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് അഹമ്മദ് സാഹിബ് ഇത്രയും കാലം വഹിച്ചിരുന്ന ആ ചുമതല വഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ നിയോഗമാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്ഥാനാർത്ഥിയാകുന്നത്. അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തേണ്ടി വരുന്നത് ഈ എന്തോ വലിയ പ്രശ്നങ്ങളും ഭീഷണിയും ഒക്കെ മലപ്പുറത്തുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നവർക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു സാഹചര്യം ഇന്നതാണെന്ന്. ഇതൊരു പൊതു തെരഞ്ഞെടുപ്പല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്ഥാനാർത്ഥിയാകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അന്ന് നിലവിലുണ്ടാകുന്ന ഇഷ്യൂസ് ഇതിനെയൊക്കെ ബാധിക്കും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു അഭൂതപൂർവമായ ഭൂരിപക്ഷമാണ് ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ആർജിക്കാൻ സാധിച്ചത്. അപ്പോൾ അത് അന്നത്തെ സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി, അന്നുള്ള മറ്റ് ഘടകങ്ങൾ, ഇതൊക്കെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ബാധിക്കും.
ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രചരണങ്ങൾ ഫലവത്തായി നടത്തുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ബുദ്ധിപൂർവം നടത്താൻ സാധിച്ച ഒരു പ്രചരണമുണ്ട്. അതായത് കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇടതുപക്ഷം എന്താണ് പ്രചരിപ്പിച്ചത്? കഴിഞ്ഞ 5 കൊല്ലക്കാലമുള്ള UDF ഗവൺമെൻറ് ന്യൂനപക്ഷങ്ങൾക്ക് എന്തോ അമിതമായി ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഇത് ന്യൂനപക്ഷങ്ങളുടെ ഗവൺമെൻറ്റാണ്. ഒരു ബഡ്ജറ്റ് വന്നാൽ പോലും, പഞ്ചായത്തുകൾ രൂപീകരിച്ചാൽ പോലും മലപ്പുറം പാലാ ബഡ്ജറ്റ് എന്നും അതുപോലെ തന്നെ മുസ്ലിം പഞ്ചായത്തെന്നും ഹിന്ദു പഞ്ചായത്തെന്നും ഒക്കെ പ്രചരിപ്പിച്ചവർ കഴിഞ്ഞ UDF ഭരണത്തെക്കുറിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് എന്തോ ചെയ്യുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ശ്രീ ഷംസുദ്ദീൻ, മലപ്പുറത്ത് ഈ പറയുന്ന ലീഗിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വോട്ട് കൂടുകയല്ലേ വേണ്ടത്? ലീഗിനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കുറയുകയും വേണം. അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളിൽ നിന്നും വർദ്ധിച്ച വോട്ട് വിഹിതം മുൻ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിയ തെരഞ്ഞെടുപ്പെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ രണ്ടാം ഭാഗം പറയാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അതൊരു ഭാഗത്ത് ചെയ്തതോടൊപ്പം തന്നെ, ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ അങ്ങനെ പ്രചരിപ്പിച്ചതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ബിഫസ്റ്റ് പോലുള്ള സംഗതികളൊക്കെ സംഘടിപ്പിച്ച് RSSനെതിരെയും സംഘപരിവാറിനെതിരെയും പോരാടാൻ ഞങ്ങളാണ് കേമന്മാർ എന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് ആ രീതിയിലുള്ളൊരു പ്രചരണവും, രണ്ട് ഭാഗത്തും രണ്ട് തരത്തിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കുന്നതിൽ ഇടതുപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ സംസ്ഥാനത്ത് ഒട്ടുക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ മലപ്പുറത്തും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താലും ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായ നമ്മൾ കണക്ക് പറഞ്ഞ് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള മേൽക്കൈയുണ്ട് മുസ്ലിം ലീഗിന്. ആർക്കാണ് സംശയം? ഞാൻ അങ്ങേലേക്ക് മടങ്ങിയെത്താം. ശ്രീ AN രാധാകൃഷ്ണൻ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മലപ്പുറത്ത് വോട്ട് കൂടിയിട്ടുണ്ട്. കൂടാനുള്ള കാരണം BJP എതിരിടാൻ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ളത് ഇടതുപക്ഷമാണെന്ന് അവർക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 92 സീറ്റ് നേടി അവർ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും മലപ്പുറത്ത് മാത്രമല്ല മറ്റിടങ്ങളിലും ജയിക്കാനുള്ള കാരണങ്ങളിലൊന്നും ഇതാണ്. അപ്പോൾ അങ്ങനെ BJPയോട് ആര് നല്ല നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടി ജനങ്ങൾ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. BJPയെ സംബന്ധിച്ച് 7.58% വോട്ടാണ് അവിടെ ഉള്ളത്. അതിൽ നേരിയ വർധനവെങ്കിലും വരുത്താനാകുമെന്ന പ്രതീക്ഷ ആത്മാർത്ഥമായിട്ടുണ്ടോ? പക്ഷേ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് വിലയിരുത്തുക. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുക. നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 9 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് 5 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഞങ്ങളുടെ വോട്ടിൻ്റെ പാറ്റേണിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ 400%. പ്രധാനമായും ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ 10,000 വോട്ടിൽ നിന്ന് 31,000 വോട്ടിലേക്കാണ്. കേരളത്തിലെ 40 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ 40,000-ൽ കൂടുതൽ, അല്ലെങ്കിൽ 35,000-ൽ കൂടുതൽ, 30,000-ൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഏതാണ്ട് നിലവിലുള്ള വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് 4 മടങ്ങാണ് വർദ്ധിച്ചിട്ടുള്ളത്. 1. 2, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങൾ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശം, ഞാൻ നേരത്തെ പറഞ്ഞാൽ UPയുടെ പല ഭാഗങ്ങൾ, ഇപ്പോൾ ഗോവ പോലുള്ള പ്രദേശങ്ങൾ, ഗോവയിൽ അല്ല ഞാൻ പറഞ്ഞു വന്നോട്ടെ. അപ്പോൾ ഈ കേരളത്തിലാണല്ലോ ഞങ്ങൾ ഈ പറഞ്ഞ കഴിഞ്ഞ വോട്ടിങ്. ഇപ്പോൾ രാജഗോപാൽ ജയിച്ച് കേരളത്തിലാണല്ലോ. ഞങ്ങൾക്കെതിരായി ഇപ്പോൾ ഞങ്ങളുടെ സുരേന്ദ്രൻ തോറ്റത് ചെറിയ വോട്ടിനല്ലേ. ഇപ്പോൾ കേരളത്തിലെ ഓരോ അസംബ്ലി ഞങ്ങൾ ചെറിയ നാമമാത്രമായ ശക്തിയുണ്ട് എന്ന് പലപ്പോഴും ഇപ്പോൾ വൈക്കം അസംബ്ലി മണ്ഡലം തൊട്ടടുത്താണല്ലോ. അവിടേക്ക് ഞങ്ങൾ ചെറിയ പ്രതീക്ഷ, ആളെ 4,000-4,500 വോട്ട് കിട്ടുന്ന സ്ഥലത്ത് 32,000 വോട്ടിലേക്ക് വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടായി. ഇതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും നടന്നിട്ടുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കണം, ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ. ഇപ്പോൾ ത്രിപുര, ബംഗാൾ, ത്രിപുരയിൽ CPM ജയിച്ചു ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ. 2ാം സ്ഥാനത്ത് BJP വന്നു. ബംഗാളിൽ അങ്ങനെ പൊതുവായൊരു മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ പ്രദേശങ്ങളിലുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മലയാളം ചാനൽ മാത്രമല്ല കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ പുതിയ തലമുറ മുഴുവൻ വളരെ നല്ല രീതിയിൽ ഹിന്ദി മാധ്യമങ്ങളും മറ്റ് അഖിലേന്ത്യാ മാധ്യമങ്ങളൊക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ആ മാറ്റം, പ്രകടമായ മാറ്റമായിരിക്കും ഈ പ്രാവശ്യം മലപ്പുറത്തുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കി കാണാനൊന്നും ആരും നടക്കേണ്ട ആവശ്യമില്ല. അതിന്റെ റിസൾട്ട് വരും. ശരി. ശ്രീ A. വിജയരാഘവൻ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച്
ദേശീയ ഭരണകൂടം സ്വീകരിക്കുന്ന, ദേശീയ ഭരണകക്ഷി സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിലെ അസഹിഷ്ണുത, അതിലെ അമിത അധികാര പ്രവണത ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അതൊരു പ്രചാരണ വിഷയമായിരുന്നു. ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ബീഫ് ഫെസ്റ്റിവലും മറ്റുമൊക്കെ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനും ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഇടത്തു നിന്ന് കാര്യങ്ങൾ കുറേയൊക്കെ മാറിയില്ലേ? ഒന്ന്, സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്നു. ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഈ സർക്കാർ ഇന്നെ നയിക്കുന്ന പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ, സംസ്ഥാനത്തെ ആഭ്യന്തരമായ വിഷയങ്ങൾ, വിശേഷിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മലപ്പുറത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, ഇവയൊക്കെ ഘടകങ്ങളാകില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ഇഷ്യൂ വെച്ച് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അതിൽ ഈ തെരഞ്ഞെടുപ്പായാലും ഏത് തെരഞ്ഞെടുപ്പായാലും അത് പ്രധാനമായും രാഷ്ട്രീയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. ഇത് നമ്മൾ കണ്ടൊരു കാര്യം വെച്ചാൽ, ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP ഉത്തർപ്രദേശിലും തൊട്ടടുത്ത ഏതാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജയിച്ച ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു. മോഡിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസങ്ങളുടെ, തെരഞ്ഞെടുപ്പ് ജയിച്ചതിനൊക്കെ മറ്റൊട്ടേറെ ഘടകങ്ങളും കാര്യങ്ങളും ജാതി മത രാഷ്ട്രത്തിൻ്റെതായ ഘടകങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ കേരളം എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റാണ്. ഇവിടെ തീർച്ചയായിട്ടും രാജ്യം അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ പരിമിതികൾ, കേന്ദ്ര നയത്തിന്റെ വൈകല്യങ്ങൾ, അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നല്ല നിലയിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം ഇടതുപക്ഷം, ഇപ്പോൾ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പെടുന്നത് കോൺഗ്രസ് BJP പ്രതിരോധിക്കേണ്ടടുത്താണ്. ഇവിടെ ഒരു വലിയ ചർച്ചയിൽ നടക്കാൻ പോവുക. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ BJPക്ക് എതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു വിഭാഗമാണ്. ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് എല്ലാ സംസ്ഥാനത്തും പ്രതിരോധിക്കാൻ BJP ശ്രമിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി വരണ്ടെന്ന് ആരും പറയണില്ല, ഉമ്മൻചാണ്ടി വരണ്ടെന്ന് പറയണില്ല, രാജീവ് ഗാന്ധി വരണ്ടെന്ന് പറയണില്ല, പിണറായി വിജയൻ വരണ്ട എന്നാണ്, തടുക്കുമെന്നാണ് ഇവർ പറയുന്നത്, BJP പറയുന്നത്, RSS പറയുന്നത്. അത് നൽകുന്നൊരു സൂചന എന്താ? ഈ വിഭാഗത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതാണ്. ആ നിലപാടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ മലപ്പുറം ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിനുള്ള ജനപിന്തുണ വർദ്ധിക്കും. രണ്ട്, സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച സാമ്പത്തിക രംഗത്തുള്ള സമീപനങ്ങൾ ഒരു ബദലുണ്ട്. അത് വളരെ വ്യത്യസ്തതയുള്ള ഒന്നാണ്. എല്ലാ വിഭാഗത്തെയും സാമൂഹ്യമായിട്ട് സഹായിക്കുക, അവരുടെ ജീവിത പരിമിതികളിൽ അവർക്ക് സഹായിയാവുക എന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു സമീപനം ഗവൺമെന്റ് എന്ന നിലയിലും പുലർത്തി പോന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലൊരു പ്രതിലോമ പക്ഷമുണ്ട്, നമുക്കെല്ലാം അറിയാം. ഇപ്പം ലീഗൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളിലെ പ്രതിലോമ താല്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് CPM വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിലയുറപ്പിച്ച ഒരു പാർട്ടിയാണ് ലീഗ്. ലീഗിന്റെ ആ നിലപാട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും ആശാസ്യമായ ഒന്നല്ല. അപ്പോൾ ലീഗും UDFും സ്വീകരിക്കുന്ന നിലപാടുകളുടെ വൈകല്യങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ശരി, അതാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്. അതായത് ശ്രീ ജേക്കബ് ജോർജ്, എന്താണോ മലപ്പുറത്ത് ഇടതുപക്ഷം ചെയ്യാൻ പോകുന്നത്, അത് മുൻപ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പയറ്റിയ അതേ തന്ത്രം തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പിണറായി വിജയൻ സംഘപരിവാറിനെ നേരിടുന്ന കാര്യത്തിൽ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള, മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ആ പോരാട്ടത്തിൻ്റെ നായകൻ എന്ന് പിണറായി വിജയനെ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു. അതായത് ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദിയെ എങ്ങനെയാണോ BJP പ്രൊജക്റ്റ് ചെയ്തത്, അതുപോലെ മലപ്പുറത്ത് പിണറായി വിജയനെ CPIM പ്രൊജക്റ്റ് ചെയ്താൽ ആ നിലയ്ക്ക് ഇയാളാണ് സംഘപരിവാറിനെ തടുക്കാൻ ഏറ്റവും ഫലപ്രദമായ നേതൃത്വം നൽകാൻ കഴിയുന്ന ആൾ എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുമോ? വോട്ട് കിട്ടുമോ എന്നുള്ള ചോദ്യത്തെക്കാൾ പ്രസക്തി അത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയും മാറ്റും കൂട്ടുമോ എന്നുള്ള ചോദ്യമായിരിക്കും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗ് നേതാവിനെ തോൽപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തെക്കാൾ ഇടതുപക്ഷം ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ആ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷം ഉയർത്തുന്ന BJP സംഘപരിവാർ വിരുദ്ധ നിലപാട്, ആ നിലപാടിൽ എത്രമാത്രം തങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, കമ്മിറ്റഡ് ആണ് എന്ന് കാണിക്കുക, അതിൽ UDFിനേക്കാളേറെ ശക്തമായിട്ട് നിലകൊള്ളാനും
വാദിക്കാനും ഞങ്ങൾ ഇടതുപക്ഷമാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനാണ് എന്ന് കാണിക്കാനും ആ ഒരു പ്രചാരണമായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്നാണ് ഞാൻ കാണുന്നത്. അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗലാപുരത്ത് RSS കോട്ടയിൽ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം, അത് ഉയർത്തിയ വികാരം, മംഗലാപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർത്തിയ വികാരം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിൽ അത് ഉയർത്തിയ വികാരം, അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രചാരണം, ദേശീയ രംഗത്ത് BJPയുടെ ആധിപത്യം, തേരോട്ടം, അതിനെ തടയിടാൻ കേരളത്തിലെങ്കിലും എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇടതുപക്ഷ മുന്നണി, ഇടതുപക്ഷം ശക്തികളൊന്നും ദേശീയ തലത്തിലൊന്നും കാണുന്നേ ഇല്ല ഇപ്പോൾ, അത് കാര്യം വേറെ. കേരളത്തിൽ തങ്ങൾ മാത്രമാണ് എന്ന് കാണിക്കുക എന്ന പ്രചാരണം, അത് അഴിച്ചുവിടാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് തുറന്നു കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ശ്രീ N. ഷംസുദ്ദീൻ, BJP വിരുദ്ധരുടെയൊക്കെ ഒരു മാസ്കോട്ടായി പിണറായി വിജയൻ മാറാൻ പോവുകയാണ്. വിശേഷിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭീതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. BJP സമഗ്രാധിപത്യം മിക്കവാറും തെരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെ നടക്കുന്നോ അവിടെ ഒക്കെ നേടുന്നു. ഉത്തർപ്രദേശിൽ ഇപ്പോൾ തന്നെ ട്രംപ് മോഡൽ വേണം എന്ന പോസ്റ്ററുകൾ ഉയർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ചില പ്രത്യേക വിഭാഗക്കാരെ വിലക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയരുന്നു എന്നാണ് കേൾക്കുന്നത്. സ്വാഭാവികമായും ഭയാശങ്കയുണ്ടാകും. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ ഒരുപക്ഷെ ഇപ്പോൾ സംസ്ഥാനത്തുള്ള വിഷയങ്ങളെക്കാൾ ദേശീയ രാഷ്ട്രീയമായിരിക്കാം ചർച്ചയാവുക. സംസ്ഥാനത്ത് ഇപ്പോൾ പിണറായി വിജയനെതിരെയോ സർക്കാരിനെതിരെയോ അതിശക്തമായി ജനരോഷം ഉയരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഈ അതിക്രമങ്ങളും മറ്റുമുണ്ട്, പക്ഷേ അതത്ര ജനങ്ങൾ വോട്ടായി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റായി ഇനിയും പരിണമിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു തന്ത്രം അങ്ങ് പയറ്റിയാൽ ബുദ്ധിമുട്ടി പോകില്ലേ ലീഗ്? ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ശ്രീ വിജയരാഘവനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതൊന്നും മലപ്പുറത്തെ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. കാരണം എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിയിൽ CPM എടുത്തിട്ടുള്ള അസഹിഷ്ണുതാപരമായിട്ടുള്ള നിലപാട് മലപ്പുറം എത്രയോ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചതുകൊണ്ടോ, അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഇവിടെയുള്ള രാഷ്ട്രീയ തർക്കത്തിൻ്റെ ഭാഗമാണ്. ആശയപരമായി BJPയോട് എന്ത് നിലയിലുള്ള പോരാട്ടമാണ് CPM നടത്തിയിട്ടുള്ളത്? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തെ ജനങ്ങളെ നിങ്ങൾ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. ഇവിടെ നരേന്ദ്രമോദിയെ തടുക്കാൻ, കേന്ദ്രത്തിലെ ഫാസിസത്തിനോട് പോരാടാൻ CPMന് എവിടെയാണ് ശേഷിയുള്ളത്? ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു മുന്നണിയിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് ഓരോ സംസ്ഥാനത്തെ സാഹചര്യമാണ്. BJP വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവിടെ തൊട്ട് താഴെ ആരാ ഉള്ളത്? ഇപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസ് ജയിച്ചു. അതുപോലെ തന്നെ മറ്റ് 2 സംസ്ഥാനങ്ങളിൽ സത്യത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായ കോൺഗ്രസിനെ വിളിക്കാതെ BJP വിളിക്കുകയാണ് ചെയ്തത്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെയും രണ്ടാമത്തെ വലിയ കക്ഷിയായി മണിപ്പൂരിലും ഗോവയിലും വന്നത് കോൺഗ്രസ്സാണ്. പാർലമെന്റിലുള്ളതും കോൺഗ്രസ്സാണ്. ഇടതുപക്ഷം എത്ര പേരാണുള്ളത്? 8 പേരെല്ലാവരും കൂടി തികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ആ തെരഞ്ഞെടുപ്പിൽ വന്ന സ്ട്രാറ്റജിയിൽ വന്ന പാളിച്ചയുണ്ട്. അതൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ബീഹാറിൽ എന്ത് BJPക്ക് ജയിക്കാൻ കഴിയാതെ പോയത്? എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്ന് വിശാലമായ ഐക്യമുണ്ടാക്കിയപ്പോൾ ആ ഐക്യത്തിൻ്റെ സമയത്ത് CPM എവിടെയായിരുന്നു? അവർക്ക് അവിടെ വലിയ വോട്ടൊന്നുമില്ല. ഉള്ള വോട്ടും കൊണ്ട് വേറൊരു മുന്നണിയാക്കിയിട്ട് 5 സീറ്റ് ജയിക്കുന്നത് ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് കൊണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ബീഹാറിൽ നരേന്ദ്രമോദി കിടന്ന് നിരങ്ങിയിട്ടും ബീഹാറിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇതിലേറെ നരേന്ദ്രമോദിക്ക് പ്രഭാവം ഉണ്ടായിരുന്ന സമയമായിരുന്നു. UPയിൽ സംഭവിച്ചത് നമ്മൾ അങ്ങനെ വിലയിരുത്തണം. UPയിൽ ഇതിൻ്റെ യഥാർത്ഥമായ ചിത്രം മനസ്സിലാക്കുന്നതിൽ ഇവർക്ക് പരാജയപ്പറ്റി. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് അഖിലേഷ് പറയുന്നത് മായാവതിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല, വേണമെങ്കിൽ യോജിക്കാമെന്ന്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആലോചിച്ചിരുന്നെങ്കിൽ, രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങൾ UPയിൽ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഇതുണ്ടാവില്ല. 40% വോട്ടും കൊണ്ടാണ് ഈ പറഞ്ഞ സീറ്റെല്ലാം BJP നേടിയത്. 60% വോട്ട് പുറത്താണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അത് CPM പോലും ചില ഘട്ടങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയം നോക്കുമ്പോൾ UPA ഉണ്ടാകുന്ന സമയം എന്താ? ഹർകിഷൻ സിംഗ് സുർജിത് ആദ്യം ഓടിയത് സോണിയാഗാന്ധിൻ്റെ അടുത്തേക്കാണ്. ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. സോണിയാഗാന്ധിയോട് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. എന്താ കാരണം? അതിന് ശേഷിയുള്ളത് കോൺഗ്രസിനാണ്. അപ്പം മലപ്പുറത്തെ ജനത എന്നും വലിയ രാഷ്ട്രീയ പ്രബുദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. അവിടെ BJPയെ തടുക്കാൻ പിണറായി വിജയനാണ്, RSSനെ തടുക്കാൻ CPM ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും മലപ്പുറത്ത് വിലപ്പോകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിയെയാണോ പിണറായി വിജയനെയാണോ കൂടുതൽ സ്വീകാര്യതയുള്ള ആളായി കാണുന്നത്? ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടുന്ന വോട്ട് കുറയണം എന്നാണോ ആഗ്രഹം, അതോ LDFന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തെക്കാൾ മോശമായി തോൽക്കണമെന്നാണോ?
എനിക്കിപ്പോൾ ഈ ചർച്ചയിൽ തോന്നുന്നത് നല്ലൊരു തമാശയാണ്. ബഹുമാനായ എൻ്റെ 2 സുഹൃത്തുക്കളപ്പുറത്തുണ്ട്. ഒരാൾക്ക് 2 സീറ്റാണ്, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 2 സീറ്റാണ്, വേറൊരാൾക്ക് 2 അക്കത്തിൽ താഴെയാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് BJP ബീഹാറിൽ പോയി അവിടെ തകർന്നു പോയി, അവിടെ സ്ട്രാറ്റജി തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞു. എന്ത് രാഷ്ട്രീയമാണ് ഈ സംസാരിക്കുന്നത്? ഇപ്പോൾ രാത്രി 9 മണിക്ക് ജനങ്ങൾ മുഴുവൻ കാണുകയല്ലേ, എവിടെ പ്രസക്തിയുള്ളത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തിലെ ജനങ്ങളെ ഞങ്ങളെങ്ങനെ ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണേ? അവിടെയുള്ള സാമാന്യ വിദ്യാഭ്യാസം വിവരമുള്ള ജനങ്ങളല്ലേ? അവിടെ 2 മിനിറ്റ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇറങ്ങി എന്ന് സംസാരിക്കാൻ ഒരാളെ അയക്കണമെന്ന് അവർ തീരുമാനിക്കുമോ? 2 മിനിറ്റ് പോലും കിട്ടില്ല, എഴുന്നേൽക്കുമ്പോഴേക്ക് ഇരിക്കേണ്ടതായി വരും. അത് തന്നെയാണ് പറയുന്നത്. ആ ജനാധിപത്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രഡീഷണൽ രാഷ്ട്രീയമല്ലേ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അഭിലാഷ് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മിനിറ്റ് അഭിലാഷേ, ഇപ്പം നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള കുറേ ട്രഡീഷണൽ ചർച്ച ചെയ്യുന്നു. അതേസമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-ൽ നിന്ന് ഞങ്ങൾ 4-ലേക്കാണ് എത്തിയത്. ഈ കേരളത്തിൽ തന്നെ ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ പരിശോധിക്കണം. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഞങ്ങളിതിനെ കാണുന്നത് ഇവിടെ കുഞ്ഞാലിക്കുട്ടി ജയിക്കണോ ഇടതുപക്ഷം ജയിക്കണോ എന്ന് അവിടെ നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തും, മലപ്പുറത്തെ ജനങ്ങൾ വിലയിരുത്തും. അതിൽ മുസ്ലിം സഹോദരന്മാരും മറ്റ് മതന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തും. രണ്ടാമത്, നേരത്തെ അഭിലാഷ് പറഞ്ഞല്ലോ, മംഗലാപുരത്ത് വെച്ച് ചങ്ക് വിരിച്ച് കാണിച്ചത് എന്താ, 73 വയസ്സായി ബഹുമാനായ പിണറായി വിജയൻ. ഞാൻ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം പറഞ്ഞ് ബ്രണ്ണൻ കോളേജിൽ ഞാൻ തോക്കിൻ്റെയും ബോംബിൻ്റെയും നടുവിലൂടെയാണ് കടന്നുപോയത്. കുറഞ്ഞത് 53 കൊല്ലം മുമ്പ് നടക്കണമല്ലോ. 53 കൊല്ലം മുമ്പ് ഞങ്ങളുണ്ട് സുഹൃത്ത്. അവിടെ 53 കൊല്ലം മുമ്പ് ഞങ്ങളുടെ പ്രസ്ഥാനം അന്നില്ല. നിങ്ങൾ വളരെ പരിമിതമായി ഞങ്ങൾക്ക് തിരുവങ്ങാട് 2 ശാഖയുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഞങ്ങളൊരു പ്രസ്ഥാനമേ അല്ല 53 കൊല്ലം മുമ്പ്. ആ സമയത്ത് തോക്കിൻ്റെയും ബോംബിൻ്റെയും നടുവിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചാനൽ മുഴുവൻ രാത്രി 9 മണിക്ക് വീരശൂര പരാക്രമി 2 ചങ്കുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അഭിലാഷേ, എന്തിനാണ് ഈ തരത്തിലുള്ള ഇല്ലാത്ത സാധനങ്ങൾ പ്രചരിപ്പിക്കണം? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഭരണമുണ്ടോ? ജനങ്ങൾ വിലയിരുത്തില്ലേ? കേരളത്തിൽ ഇന്നും കൂടി നിങ്ങൾ ഇപ്പോൾ വിജിലൻസ് വേറൊരു കാര്യം പറയുന്നു, അപ്പുറത്ത് വേറൊരു കാര്യം പറയുന്നു, IAS കാരൻ വടക്കോട്ട് പോകുന്നു, വേറെ ആളത്തേക്ക്. കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയ ഒരാൾക്ക് നീതി കിട്ടുമോ? ഇത് ജനങ്ങൾ ചർച്ചയില്ലേ? എന്തൊരു പീഡനങ്ങളുടെ കഥ. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കി. സാധാരണഗതിയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച 2 വാർത്തകൾ വരും, 2 ഫുൾ പേജ് മുഴുവൻ പരസ്യമാണ്. അതേപോലെയല്ലേ കേരളത്തിൽ പീഡനം, വടക്കുന്ന് പീഡനം, ചെറുപ്പളശ്ശേരി പീഡനം, വടക്ക് പീഡനം, മട്ടന്നൂർ പീഡനം, കൊട്ടിയൂർ പീഡനം. ഈ പീഡനത്തിൽ ബോക്സ് നമ്പർ ഒഴിച്ചു നിർത്തിയാൽ പീഡനം കൊണ്ട് പത്രം മുഴുവൻ നിറയല്ലേ? ഈ ജനങ്ങൾ കാണുകയല്ലേ? ജനങ്ങൾ കാണുമ്പോൾ ഇതിനെതിരായ അതിശക്തമായ രീതിയിലുള്ള വികാരം കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകളെടുക്കും. ഈ വെറുതെ കള്ളപ്രചരണം ഉണ്ടല്ലോ, മതന്യൂനപക്ഷം മറിച്ചെന്നൊക്കെ പറഞ്ഞ് എന്തിനു പ്രചരിക്കും? അതാണ് ശ്രീ A. വിജയരാഘവൻ, ഉത്തർപ്രദേശിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നടക്കുന്നതിനേക്കാൾ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത, മലപ്പുറത്തെ ജനത ചർച്ച ചെയ്യുക എന്നാണ് BJPയുടെ അഭിപ്രായം. ഇതിനെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു റഫറണ്ടമായി എടുക്കാൻ തയ്യാറുണ്ടോ ഇടതുപക്ഷം? ഞങ്ങൾ എല്ലാ റഫറൻഡും ഏറ്റെടുക്കാൻ തയ്യാറാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൽ അങ്ങനെയുള്ള തെറ്റായ സംഗതികൾ നടന്നവരെ പിടിക്കും. നേരെ മറിച്ച് ശ്രീ രാധാകൃഷ്ണൻ്റെ BJP ഭരിക്കുന്ന സീറ്റ് പിടുത്തല്ല. അവിടെ നടക്കുന്നതിൻ്റെ ഒരു പട്ടിക പോലെടുത്ത കൂട്ടബലാത്സംഗങ്ങളുടെയും പിന്നെ സാമൂഹ്യ അതിക്രമങ്ങളുടെയും ഹരിജൻ പട്ടികജാതി വിഭാഗത്തിന് നേരെ നടക്കുന്ന ദളിത് പീഡനങ്ങളുടെയും ഒക്കെ പട്ടിക എടുത്താൽ അത് അദ്ദേഹം ആ പത്രം വായിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സൗകര്യാധിഷ്ഠിത പത്രവായനക്കാരനായതുകൊണ്ട് തനിക്കിഷ്ടമുള്ള ഭാഗം വായിക്കുകയും മറുഭാഗം മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 2-3-4 പത്രം ഇതൊന്ന് പൊന്തിക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അത് അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തന ശൈലിയിൽ ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോന്ന് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഭരണകാലത്ത് CPIന്റെ ഭരണകാലത്ത് CITUകാരൻ മുണ്ടുകൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അണ്ടർവെയറിന്റെ മേലെ മുണ്ടുകൊടുക്കുന്നവരാണ് CITUകാരൻ എന്ന് പ്രചരിപ്പിച്ച ചില പത്രങ്ങൾ കേരളത്തിലുണ്ട്. അവരങ്ങനെ പ്രചരിപ്പിച്ച് CPM വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഇക്കുറിപ്പോൾ എടുത്തത് എവിടെയെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടോ നോക്കിയിട്ട് അത് കൊടുക്കലാണ്. ഞങ്ങളതിൽ വേവലാതിപ്പെടുന്നില്ല. അതിന് കർശനമായ നടപടിയാണ്. അതിലൊന്നും കേരളത്തിലെ ഗവൺമെന്റിന് ഇതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കും കരുത്തോടു കൂടി അത്തരം വിഷയങ്ങളെ നേരിടുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണൊന്നും നോക്കണ്ട, 2, 6, 10 എന്നൊന്നും നോക്കണ്ട.
അത് BJP-കാരും ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ 2 BJP-കാർ ഇരിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, 8 ആൾക്കാർ ഇരിക്കണോ കണ്ടിട്ടുണ്ട്. ഒരു പാർലമെന്റ് അംഗത്തിന് കിട്ടുന്ന 2 മിനിറ്റാണ് എന്നുള്ള നിലയ്ക്ക് പാർലമെന്റ് അംഗത്തെ നമ്മൾ ചുരുക്കി കാണാനും പാടില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളതൊക്കെ ജനങ്ങളുടെ കാര്യമാണെങ്കിൽ പറയാൻ അവസരം കിട്ടുന്ന ഒന്നാണ് ഇന്ത്യയുടെ ജനാധിപത്യം. അത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത നല്ല ജനാധിപത്യം ആ ഭാഗം. അപ്പോൾ നമ്മൾ അതിനൊന്നും ചുരുക്കി കാണണ്ട. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നമ്മൾ കാണേണ്ട ഒരു കാര്യം വിശ്വാസ്യതയുടേതാണ് പ്രശ്നം. BJP-യുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിനോട് മലപ്പുറം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാനതിൽ ഒരു സംശയം എനിക്കില്ല. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഏറ്റവും ചെറിയ മുന്നേറ്റം ഉണ്ടായ ജില്ല മലപ്പുറമാണ് എന്നത് ആ കണക്കുകൾ കാണിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മുസ്ലിമും കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കില്ല. കാരണം ആ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിയാൽ മതി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ജയിച്ചല്ലോ റീത്ത ബഹുഗുണ. ആരായിരുന്നു റീത്ത ബഹുഗുണ? അവര് അവിടുത്തെ PCC-യുടെ പ്രസിഡന്റ് ആയിരുന്നു. നമ്മളൊക്കെ ബഹുഗുണയെ കേട്ടിട്ടില്ലേ? കോൺഗ്രസ് നിന്ന് ബഹുഗുണ പോയപ്പോഴല്ലേ ബഹുഗുണ പോയി ഗുണവും പോയി എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിച്ച അദ്ദേഹത്തിന്റെ PCC പ്രസിഡന്റാണ് BJP-യിൽ ചേർന്നത്. അയാളുടെ കൂടെയാണ് ഇപ്പൊ ലീഗുകാർ കൂടെ പോകുന്നത്. അതൊന്ന് പറയേണ്ടി വരും നമുക്ക്. ആ സ്ത്രീ നമ്മുടെ ബഹുമാന്യയായ റീത്ത ബഹുഗുണ PCC പ്രസിഡന്റ് അപ്പുറത്തേക്ക് ചാടി. അതുപോലെ തന്നെയാണ് അങ്ങേപ്പുറത്ത് വിജയ് ബഹുഗുണ ഇപ്പൊ BJP ചേർന്ന ആരായിരുന്നു? അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാ. ഈ മണിപ്പൂരിൽ ഇപ്പൊ BJP ചേർന്ന ആരാ? കോൺഗ്രസ്സുകാർക്ക് ഒരു മടിയില്ല. ഒറ്റ രാത്രി കൊണ്ട് കുളിച്ച് വെടുപ്പായി ഒരു ചന്ദനക്കുറിയും തൊട്ട് അങ്ങ് BJP-യിലേക്ക് ചേരും. ലീഗുകാർക്കും യാതൊരു വിഷമവുമില്ല. അത് കാണുമ്പോൾ അങ്ങനെ സന്തോഷിച്ചിട്ട് ഇവർ ഞങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിച്ച് പറയാൻ കഴിയുന്ന PCC പ്രസിഡന്റ് അങ്ങേപ്പുറത്തേക്ക് ചാടിപ്പോയാൽ അതിൽ ആഹ്ലാദിക്കുകയും അവരിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു ഏത് മതന്യൂനപക്ഷ താല്പര്യത്തെ സംരക്ഷിക്കുക. വസ്തുതയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണരുത്. സത്യത്തെ ചൂണ്ടിക്കാണിക്കണം. നെഞ്ചത്ത് കൈവച്ച് വസ്തുക്കളെ കാണാനും കഴിയണം. ഇന്നത്തെ ഇന്ത്യന്റെ യാഥാർത്ഥ്യബോധമുള്ള ഒരു ചിത്രമല്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സുഹൃത്ത് കണ്ടതെന്നുള്ളത് നിർഭാഗ്യകരമാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ശ്രീ A. വിജയരാഘവൻ, എനിക്ക് അതിൽ ലീഗിന്റെ പ്രതികരണം അറിയാനുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. സംസ്ഥാന ഭരണം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും അതായിരിക്കുമോ? അതോ ദേശീയ വിഷയങ്ങൾ, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ, മുത്തലാഖ്, ഏകീകൃത സിവിൽ കോഡ് ഇവയൊക്കെ ആയിരിക്കുമോ? ഏതിനാണ് നിങ്ങൾ വെയിറ്റേജ് കൊടുക്കുക? ഞങ്ങൾ 2 വിഷയവും ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇപ്പോൾ ദേശീയ രംഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം, അവിടെ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ, ഇതെല്ലാം അതിന് ഞങ്ങൾക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. ഇവിടെ പലരും എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ഈ എണ്ണം കൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മതേതര കക്ഷികളുടെ പിന്തുണയോടുകൂടി ഇത്രയും നാൾ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് കഴിയുമെന്ന് മലപ്പുറത്തെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ ശരീഅത്ത് സംവാദകാലത്ത് അന്ന് ഇടതുപക്ഷം കൂടി അപ്പുറത്തായിരുന്നു. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ശരീഅത്ത് നിലനിർത്തുന്ന പോരാട്ടത്തിന് സേഡ് സാഹിബും ബനാത്ത് വാല സാഹിബും ഒക്കെ ഇന്ത്യൻ പാർലമെന്റിൽ നേതൃത്വം കൊടുത്തു. കോൺഗ്രസിന്റെ സഹായം ഉണ്ടായി, അതിനനുസൃതമായ നിയമങ്ങളുണ്ടായി. അതൊക്കെ ഈ 2 ആളെ വെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ BJP-യുടെ സുഹൃത്ത് പറഞ്ഞു 2 ആളെ കാര്യം. അവരൊരു കാലത്ത് 2 അംഗങ്ങളായിരുന്നു. ജനാധിപത്യത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. പിന്നെ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ വിജയരാഘവൻ പറഞ്ഞൊരു കാര്യം, കോൺഗ്രസ്സുകാരൊക്കെ BJP പോകുന്നതാണ്. അവർ അങ്ങനെ കുറേ ഉദാഹരണങ്ങളും പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ ഒന്നാകെ എടുക്കുമ്പോൾ അങ്ങനെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളെ പക്ഷത്തൊന്നും പോണതിന് കുറവൊന്നുമില്ല. CK പത്മനാഭൻ പഴയ ഇടതുപക്ഷക്കാരനാണ്, BJP-യുടെ പ്രസിഡന്റായി. കണ്ണന്താനം CPM-ന്റെ MLA ആയിരുന്നു, അദ്ദേഹം ഇപ്പോൾ BJP-യുടെ ദേശീയ നേതാവാണ്. ബംഗാളിൽ CPM-ന്റെ ഓഫീസിന്റെ പെയിന്റ് മാറ്റിയിട്ട് BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതൊന്നും ഒരു ഉദാഹരണം പറയേണ്ട കാര്യമല്ല. അപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് കൃത്യമായിട്ട് ഈ ദേശീയ വിഷയങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട്, രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം, സംഘപരിവാറിനെതിരായ പോരാട്ടം ത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും. അതിന് ഇവിടെ കേരളത്തിൽ UDF ആണ് അതിൻ്റെ മുന്നണി. അതിന് ഞങ്ങൾക്ക് വോട്ട് തരണം, സഹായിക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ സാഹചര്യങ്ങൾ മോശമാണോ? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ വലിയ വർത്തമാനം പറഞ്ഞു എല്ലാം ഭദ്രമാണെന്ന്. എന്താ കേരളത്തിലെ സ്ഥിതി? എല്ലാം ശരിയാക്കാൻ വന്നവർ 10 മാസമായല്ലോ. ഏതെല്ലാം രംഗത്താണ് തികഞ്ഞ പരാജയം? കേരളത്തിൽ നിന്നൊരു ഭരണസ്തംഭനമല്ലേ? റേഷൻ ഷാപ്പ് പൂട്ടിക്കിടന്ന സാഹചര്യം. ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ആലോചിക്കും.
ശരി, റേഷൻ അത് ഷാപ്പ് പൂട്ടിക്കിടന്ന സ്വാഭാവികമായും ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് മറ്റ് വരുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള എല്ലാം വിഷയങ്ങൾ സ്തംഭിച്ചു. ചർച്ചയാകേണ്ടതാണ്. ഈ അത് അങ്ങനെ പറയുന്ന ആകുകയും ചെയ്യും. ഞാൻ ഒരു അങ്ങനെയൊക്കെ point പറഞ്ഞേക്കാം. കൂടി ശ്രീ എ. പറയാൻ രാധാകൃഷ്ണൻ, സമ്മതിക്കണം. സാധാരണ നിലയിൽ മലപ്പുറത്തോട് വലിയ പുച്ഛമുള്ള ആളുകളാണ് നിങ്ങൾ. അവിടെ പച്ചക്കോട്ട്, പച്ച പെയിന്റ്, വാരിക്കോരി കൊടുക്കൽ എന്നൊക്കെ ആക്ഷേപിച്ചിരുന്നു ഇത്രയും കാലം, വിശേഷിച്ച് UDF ഭരിക്കുമ്പോൾ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പായി മലപ്പുറത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമായി ഇപ്പോൾ തോന്നുന്നുണ്ടോ? അഭിലാഷ്, ഒരു ചാനലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു ജില്ലയിൽ നിന്നും അങ്ങനെ മോശമായി ചിത്രീകരിക്കരുത്. ഞങ്ങളെടുത്ത നിലപാട് ലീഗിനെ പോലുള്ള ശക്തികളുടെ അപ്രമാദിത്വ രാഷ്ട്രീയമുണ്ട്. ആ അപ്രമാദിത്വ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു ചലനവും സൃഷ്ടിച്ചിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾ മുസ്ലിം സമുദായത്തെ അങ്ങനെ കൊച്ചായി കാണേണ്ട ആവശ്യമില്ല. കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ, മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ജനസാമാന്യം ഏതെങ്കിലും സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിനോടൊപ്പമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ എണ്ണവും UP-യിലുള്ള മുസ്ലിം സമുദായത്തിലെ എണ്ണവും നിങ്ങൾ പരിശോധിച്ച്, അവിടെ UP-യിൽ മുസ്ലിം ലീഗിന് വല്ല സ്വാധീനമുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിന് വല്ല സ്വാധീനമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകണം. അവിടെയുള്ള മുസ്ലിം ജനസാമാന്യങ്ങൾ മുഴുവൻ ദേശീയ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ന്യൂനപക്ഷ മതവിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു. കാരണം ജനങ്ങളുടെ മുമ്പിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, മലപ്പുറത്ത് നിങ്ങൾ കാണേണ്ടത്, മലപ്പുറത്തെ വിദ്യാസമ്പന്നരായ മുസ്ലിം സഹോദരന്മാർ, മുസ്ലിം ജനവിഭാഗങ്ങൾ, അവരുടെ ഇടയിൽ വലിയ ചലനമുണ്ടാകും. അവർ ചർച്ചയ്ക്ക് വരും. കാരണം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രക്രിയ നേരിട്ട് മനസ്സിലാക്കാൻ അവർക്ക് അവസരമുണ്ട്. കാരണം ഡിജിറ്റൽ രംഗത്ത് വലിയ അത്ഭുതങ്ങൾ രാജ്യം നടപ്പാകുന്നു, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർഗനൈസർ മാസിക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് തീവ്രവാദത്തിന്റെ മാറുന്ന സ്ഥലമാണ്, അതിൽ പരിശീലനം കൊടുക്കുന്ന ആളുകളുടെ സ്ഥലമാണല്ലോ ആ പ്രദേശത്താണ് ഇലക്ഷൻ നടക്കുന്നത്. അഭിലാഷേ, ഈ അതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും അവിടെ പല പ്രദേശങ്ങളിലുമുണ്ട്. അതിന് തീവ്രവാദ സംഘടനകൾ ഉത്തരവാദിത്വത്തോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ജനസാമാന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വേദിയൊരുക്കിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ അവർ നിങ്ങളങ്ങനെ കൊച്ചാക്കി ലീഗിൻ്റെയോ ചെറിയ പാർട്ടികളുടെയോ ഒക്കെ വേലിക്കെട്ടിൽ ഒതുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുഖ്യധാര ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനം, ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽ ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ചെന്ന് പറയാൻ പോകുന്നത്. ഒരു വാക്കും പറയില്ല. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്നത് ഒരു ഭാഗത്ത് വികസനത്തിൻ്റെ രാഷ്ട്രീയം, രണ്ടാമത് ഉന്നയിക്കാൻ പോകുന്നത് ഈ പരിമിതമായ കാലയളവിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു, തകർന്ന കർമ്മസമാധാനം. ഈ രണ്ട് വിഷയങ്ങൾ സജീവമായി അവിടെ ചർച്ചയ്ക്ക് വരും. മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ മാറ്റമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ മാറ്റത്തെ ഞങ്ങൾ വളരെ ഭംഗിയായി ഈ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. എന്തൊക്കെ പറയണമെന്ന് ഞങ്ങൾ പരാമർശങ്ങളൊന്നും ഉണ്ടാകില്ല. ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഹിന്ദു മുസ്ലിം ധ്രുവീകരണം അവിടെ ഉണ്ടാക്കുന്നത് നേരത്തെ തന്നെ ഇടയ്ക്ക് അഭിലാഷ് പറഞ്ഞല്ലോ, ഇപ്പോൾ താനൂരുണ്ടായ സംഭവം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയോ നിങ്ങൾക്ക്? അവിടെ നടന്നിട്ടുള്ളത്, താനൂരിൽ ലീഗും CPM തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നു, രണ്ട് വിഭാഗം മുസ്ലിങ്ങളുമായി സംഘർഷം ഉണ്ടാകും. ബോധപൂർവം കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ച് മുസ്ലിങ്ങളുടെ വീടുകൾ തകർത്തു, പട്ടികജാതിക്കാരായ ഹിന്ദുക്കളുടെ വീടുകൾ തകർത്തു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള വലിയ ബോധപൂർവമായ പരിശ്രമം ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, ഒരു സെക്കൻഡ് പൂർത്തീകരിച്ചില്ലേ അവിടാവും, അടിസ്ഥാനപരമായ കാരണം ഹിന്ദു വോട്ട് ബാങ്കിൽ BJP ഒരുപാട് മുന്നോട്ട് പോകുമോ എന്ന് ഭയപ്പെട്ട് ഇപ്പോൾ താനൂരിൽ പ്രശ്നം ഉണ്ടാക്കിയത് പോലീസല്ലേ അവിടെ ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയേ. ശരി, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശ്രീ A. വിജയരാഘവൻ, ഇപ്പോൾ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു പ്രദേശത്താണ് വലിയ പോലീസ് അതിക്രമം ഉണ്ടായി എന്ന ആക്ഷേപം വരുന്നത്. പോലീസ് അതിക്രമം അല്ല, രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ തമ്മിലുള്ള സംഘർഷമായിരുന്നു കൂടുതലെന്ന് വാദിക്കുന്നവരുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ക്രമസമാധാന തകർച്ച ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ളപ്പോൾ സ്വാഭാവികമായും അത് ഭരണകൂടം, വിശേഷിച്ച് ഭരിക്കുന്ന കക്ഷി വിശദീകരിച്ചു പോകേണ്ടി വരുന്ന ഒന്നല്ലേ? അത് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യില്ലേ? അതിലൊരു പ്രശ്നമില്ല. കാരണം ഇതൊക്കെ വസ്തുതയാണ്. നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യത്തെ എല്ലാവരും കാണുന്നുണ്ട്. താനൂരിൽ സംഭവിച്ചിരിക്കുന്നത്, താനൂരിൽ ഈ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ മുന്നേറിയ പ്രദേശമാണ്, അതിൻ്റെ ബഹുജന അടിത്തറയിൽ. അത് നമ്മൾ കാണാതെ പോണ്ട. ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരുന്ന സ്ഥലമാണ് താനൂർ അസംബ്ലി നിയോജക മണ്ഡലം. ഈ കേരള സംസ്ഥാനത്തിൽ UDF ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരുന്ന സംസ്ഥാനമാണ്
താനൂർ അസംബ്ലി മണ്ഡലം. CPM 2 ദശാബ്ദം മുമ്പ് 3-ാം സ്ഥാനത്തിരുന്ന താനൂർ മുനിസിപ്പാലിറ്റിയിൽ നോക്കൂ, 1-ാം സ്ഥാനത്ത് ലീഗാണ്, 2-ാം സ്ഥാനത്ത് BJP ആണ്. 2 കൗൺസിലർമാർ മാത്രമാണ് CPM അവിടെ ഉള്ളത് ആ പ്രദേശത്ത്. അത്രയും ദുർബലമായ പാർട്ടി അവിടുന്ന് വളർന്നു വന്ന് ആ നിയോജകമണ്ഡലം ജയിച്ചതിലുള്ള അസഹിഷ്ണുത സ്വാഭാവികമായിട്ടും ലീഗ് നിരന്തരമായി പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ പരാജയം അംഗീകരിക്കാനുള്ള യാഥാർത്ഥ്യബോധത്തിന്റെ കുറവിൽ വലിയ തോതിൽ തങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് CPM പ്രവർത്തകരെ കടന്നാക്രമിക്കുന്ന ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് മുസ്ലിം ലീഗ് കട്ടയിച്ചു വിട്ടിരിക്കുകയാണ് അവിടെ. അതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒരുപാട് പരിക്കേറ്റ ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ സഖാക്കളെ മേലെ വലിയ തോതിൽ കള്ളക്കേസുകൾ ചാർജ് ചെയ്യിപ്പിച്ചു UDF-ന്റെ ഭരണകാലത്ത്. ഇപ്പോഴും വലിയ തോതിൽ ഫിസിക്കലായിട്ട് CPM പ്രവർത്തകരെ ആക്രമിച്ചു. അത്തരം സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ് താനൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതുണ്ടാക്കിയ ക്രമസമാധാന പ്രശ്നങ്ങളുമാണ് അവിടെ ഉള്ളത്. അതെല്ലാം ഒന്നുമില്ല. UDF ഉണ്ടാക്കിയതാണ് അതിന്റെ 99% കാര്യങ്ങളും. അവരുണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് ബാക്കിയൊക്കെ. പരാജയപ്പെട്ടാൽ പിന്നെ പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കണം. അവിടെ അക്രമം കലാപമായിട്ട് നടക്കരുത്. അത്തരം ഒരു സമീപനം ലീഗ് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. നമുക്കത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ കാണാൻ കഴിയില്ല. ഒരു കഴിഞ്ഞ 20 കൊല്ലക്കാലത്തെ താനൂരിന്റെ രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടുന്നതാണ് അവിടെ ഇടതുപക്ഷം നന്നായിട്ട് മുന്നേറിയ ഒരു പ്രദേശമാണെന്ന്. അത് തടുക്കണമെങ്കിൽ ഇനിയും തങ്ങളുടെ അണികൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കണം എന്നുള്ളൊരു ഗൂഢാലോചന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ നടത്തിപ്പോരുന്നതാണ്. അതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. അത് ഒരു ഗുരുതരമായ ആരോപണമാണ്. ശ്രീ N. ഷംസുദ്ദീൻ MLA അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ സംഘർഷഭരിതമാകുന്നു. മലപ്പുറം ജില്ലയിലെ താനൂരിലാണ് വലിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തത്. അത് മനഃപൂർവ്വം ബോധപൂർവം അണികളുടെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നു CPIM. അതിന് മറുപടി വേണം. ഈ താനൂരിനെ കുറിച്ച് അറിയാത്തവരെ അങ്ങനെ പറയൂ. താനൂരിൽ ഇത്രയും കാലം സംഘർഷവും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. താനൂരിൽ ഇപ്രാവശ്യം ഒരു അവിശുദ്ധമായ ചില രാഷ്ട്രീയ സദാചാരങ്ങൾക്ക് നിരക്കാത്ത സംഗതികളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് വിജയമുണ്ടായി. ഒരു ഇടതുപക്ഷക്കാരനോ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആളോ ഒന്നുമല്ല ജയിച്ചത്. നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ അല്ല ജയിച്ചത്. അത് ഒരു പഴയ കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കി അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വിജയമാണ്. അതൊരു രാഷ്ട്രീയ വിജയമാണെന്ന് നിങ്ങൾ പോലും ധരിക്കുന്നില്ല, കരുതുന്നുമില്ല. പിന്നെ താനൂരിൽ ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ല, നിങ്ങൾ ജയിച്ചതിൻ്റെ അന്ന് തൊട്ട് പ്രശ്നങ്ങളാണ്. അതോടുകൂടി കേരളത്തിൽ ഭരണം മാറി, പോലീസ് ഏകപക്ഷീയമായി നിൽക്കുന്നു, ഞങ്ങളുടെ പ്രദേശങ്ങളിൽ വന്ന് വലിയ തോതിൽ അക്രമങ്ങൾ ഉണ്ടാക്കുകയാണ്. അല്ലാതെ അവിടെ CPM-ന് വലിയ സ്വാധീനം വേരോട്ടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ പഴയ താനൂര് കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന താനൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വിജയരാഘവൻ വളരെ ബോധപൂർവം മറച്ചു വെക്കുകയാണ്. ഡീലിമിറ്റേഷന് ശേഷം അതിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ മാറി. താനൂര് ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന നിയോജക മണ്ഡലം തന്നെയാണ്. എന്നിട്ടും ഡീലിമിറ്റേഷന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലും ചെറിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിച്ചിരുന്നതാണ്. പിന്നെ ഇത്തവണ ഉണ്ടായത് അത് ചക്കട്ടപ്പം മുതൽ കിട്ടിയത് തന്നെയാണ്. അതൊക്കെ ഒരു സന്ദർഭം വന്നാൽ തിരിച്ചു പോരും. ഞങ്ങൾ തിരൂരിൽ തോറ്റിട്ടില്ലേ, ഞങ്ങൾ കുറ്റിപ്പുറത്ത് തോറ്റിട്ടില്ലേ, ഞങ്ങൾ അവിടെ അക്രമം കാണിച്ചിട്ട് ആ പെരിന്തൽമണ്ണി മങ്കടി ഒക്കെ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. 4-5 സീറ്റുകൾ ഒന്നിച്ച് തോറ്റ്. അപ്പം ഞങ്ങൾ തോൽക്കുന്നിടത്തൊക്കെ അക്രമം ഉണ്ടാക്കില്ല. ഇവിടെയുള്ള പ്രശ്നം ഇതാണ്, നിങ്ങൾ ഞങ്ങളെ ആളുകളെ ഇന്നത്തെ ഈ പോലീസും സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഭരണത്തെ ഉപയോഗപ്പെടുത്തി ഞങ്ങളെ ആളുകൾ നിരന്തരം വേട്ടയാടുകയാണ്. അവിടെ പോലീസ് അതിക്രമം മുഴുവൻ ഉണ്ടായത് ഞങ്ങളെ ആളുകളുടെ നേർക്കാണ്. അപ്പോൾ അതൊക്കെ ആ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് താനൂരിൽ എന്തോ വലിയൊരു ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് നിരർത്ഥകമാണ്. ഞാൻ ഇതിലേക്ക് തന്നെ വരാം. ഇപ്പം കേരളത്തിൽ തന്നെ ഈ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോരായ്മകൾ പറയുമ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താ? UAPയെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തമായി ഉപയോഗപ്പെടുത്തുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണെന്നുള്ളത് നിങ്ങൾക്കിടയിൽ പോലും ചർച്ച ഉണ്ടായില്ലേ? CPI പോലും അതിനെതിരായിട്ട് പറയേണ്ടി വന്നില്ലേ? അങ്ങനെ വിവേചനപരമായി ഉപയോഗിക്കുന്നു എന്ന വാദം മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ശ്രീ A. വിജയരാഘവൻ, എനിക്ക് സമയപരിമിതിയുണ്ട്. അവസാനമായി ഒരു ചോദ്യം കൂടി. ഏത് തരത്തിലുള്ള തന്ത്രം സ്വീകരിക്കുമെന്നുള്ളത് കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ UAPA, ഏകീകൃത സിവിൽ കോഡ്, മുത്തലാഖ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വന്നേക്കാം. UP-യിലും മറ്റിടങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള BJP-യുടെ വിജയം നോക്കൂ, നിങ്ങൾ ഏത് ഭാഗത്താണ് എന്ന പ്രശ്നം വരും. കഴിഞ്ഞ തവണ നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ അത് മികച്ചൊരു രാഷ്ട്രീയ തീരുമാനം എന്ന് വാഴ്ത്തപ്പെട്ടു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ത്രീ മത്സരിച്ചു. പക്ഷേ ഒരുപക്ഷെ കിട്ടുമായിരുന്ന കുറേ യാഥാസ്ഥിതിക വോട്ടുകൾ അത് നഷ്ടപ്പെടുത്തി. ഈ സ്ഥാനാർത്ഥി തട്ടമിടില്ല, അവർ നോമ്പിൻ്റെ സമയത്ത് ചായ കുടിച്ചു എന്നൊക്കെ പ്രചാരണം ഉണ്ടാകാൻ അത് ഇട നൽകി. ഇത്തവണ ഇതാ ഈ പറയുന്ന വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുകയാണ്. അപ്പോൾ യാഥാസ്ഥിതികർക്കും
മതവാദികൾക്കുമൊക്കെ വോട്ട് ചെയ്യാൻ സൗകര്യത്തിനുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുമോ നിങ്ങൾ നിശ്ചയിക്കുക? ഇവിടെ നമ്മൾ കണ്ടത് ഞങ്ങൾ മത സാമൂഹ്യ സാമുദായിക അതിൻ്റെ താല്പര്യങ്ങളെ മാത്രം പരിഗണിച്ചിട്ടല്ല സ്ഥാനാർത്ഥി നിർത്തുക. എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർത്തുക. ലീഗിനൊക്കെ പറഞ്ഞാൽ ലീഗ് ഒരു പ്രത്യേക മതവിഭാഗത്തിനകത്തേക്കുള്ള അതിൻ്റെ ഒരു വർഗീയ സ്വഭാവം എപ്പോഴും നിലനിർത്തി പോരുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ പ്രചരണ തന്ത്രങ്ങളിലും ആ വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന കോൺഗ്രസിനെ വിടുക എന്നൊന്നും ലീഗിന് ചിന്തിക്കാൻ കഴിയില്ല. അധികാരം എന്നത് വിട്ടൊഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും ലീഗിനില്ല. വിശേഷിച്ച് ലീഗ് ഒരു മൂല്യപരമായ മേഖലയിൽ വലിയ തകർച്ചയെ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിലോമ പക്ഷത്തിന്റെ ഒരു വലിയ കേന്ദ്രം, അതിന്റെ അടിത്തറയിൽ ഒന്ന് എന്നാണ് ലീഗിന്റെ സ്ഥാനം. ഇന്ന് അങ്ങനെയുള്ള ഒരു കാലമല്ല, കാലം മാറിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ദേശീയ തലത്തിലും നമ്മുടെ സാമൂഹ്യ തലത്തിലും ഒക്കെ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളിൽ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കാൻ എനിക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുന്നില്ല. വളരെ നന്ദി ശ്രീ എ വിജയരാഘവൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ എൻ ഷംസുദ്ദീൻ, ശ്രീ എൻ രാധാകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.